நான் கேட்டது இது மாதிரிയുള്ള ஒரு கிரேட்டராണ്. ஆனா அவங்க எனக்கு கொடுத்தது கட்டர். ഇത് എന്തിനു കൊടുത്തു എന്ന് എനിക്കറിയാൻ പാടില്ല. ആക്ച്വലി ഇത്രയേ ഉള്ളൂ കേട്ടാ. എനിക്കിത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എനിക്കൊന്നും അറിയത്തില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ചെറിയ പിള്ളേര് ചോറും കറിയൊക്കെ വെച്ച് കളിക്കത്തില്ലേ, അപ്പൊ ആ ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇസ് മൈ മിസ്റ്റേക്ക് എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. എന്നാലും ഇത് കിട്ടിയപ്പോ ഇത്രയും വലുതായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. നോക്ക്, അതാണ് എനിക്ക് അമ്മളി പറ്റിയ കഥകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഞാന് നമ്മള് ബുൾസേ ഒക്കെ ഉണ്ടാക്കുമ്പോ സ്റ്റാർ, ലവ്, ആ മോഡലൊക്കെ ഇരിക്കത്തില്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഇങ്ങനെ ആ ഒരു മോഡലിലുള്ള ബോൾഡൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാന് ബോൾഡ് അല്ലല്ലോ മോൾഡ്, ആ മോൾഡ് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതെന്തിനാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അറിയാവുന്നവർ കമന്റ് ചെയ്യട്ടാ. ഇവിടെ ഒരു കമ്പ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ വട്ടത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ആ ഫോട്ടോ പിക്ക് ആ സൈഡിൽ കൊടുക്കാട്ടോ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അവരെനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് ഇനിയുണ്ട് സംഭവം, കടിച്ച വെയിറ്റ് ആൻഡ് സി. പിന്നെ ഭയങ്കര പാക്കേജിങ് ഒക്കെ ആണ് കേട്ടോ, ഭയങ്കര പാക്കേജിങ്. ഞാന് കുറച്ച് മുല്ലപ്പൂ ചോദിച്ചായിരുന്നു, ഓണമൊക്കെ അല്ലേ, വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മുല്ലപ്പൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചതാണ് കേട്ടോ. ചോദിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു ആപ്പില്. അപ്പൊ അവരെനിക്കിത് തന്നത് ഇതെന്തിനാണ്? എന്റെ നെഞ്ചത്തോട്ട് വയ്ക്കാൻ 16 അടിയന്തരത്തിൽ അല്ലേ? അല്ല പിന്നെ എന്താ ചെയ്യ. മുല്ലപ്പൂവാണ്. ഇത് കണ്ടിട്ട് മുല്ലപ്പൂ പോലെ തോന്നുന്ന, ഇതൊരുമാതിരി പരന്നിട്ട്. പിന്നെ വേറെ എന്താന്ന് പറയുമ്പോ ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. ഇത് കുറച്ച് കുറച്ച് പീസായിട്ടാണ് വന്നിരിക്കുന്നത്. പീസ് എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുല്ലപ്പൂ ഒരു പീസ് 2 പീസൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിന്റെ പിക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ബൈ എന്റെ മിസ്റ്റേക്ക് ആണോ അറിയത്തില്ല. കണ്ടിട്ട് മുല്ലപ്പൂ പോലെ തോന്നിയതുകൊണ്ട് ഓർഡർ ചെയ്തതാണോ, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ മണം എന്റെ അപ്പോ ഭയങ്കര സ്മെല്ല്, സഹിക്കാൻ പറ്റത്തില്ല, അൻസഹിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ മേടിച്ചതാണ്. എല്ലാം ഫ്ലോപ്പായി പോയോന്ന് വെച്ചാല് ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ്. അപ്പോ ഓണല്ലേ, അപ്പൊ അതിനൊന്ന് റെഡിയാകാനായിട്ട് മേടിച്ചാണ്. ഇതിനകത്തുണ്ട് കേട്ടോ മണി, അത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുവാണ്. അപ്പൊ അയാളെയൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ടേ. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മോഡല്, ഈ ഭാഗത്തില്ല കേട്ടോ. കൊണ്ടുവന്നു വേഗം വേഗം കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ കൂടുതൽ വീഡിയോയിലേക്ക് പോകുന്നതിന് എല്ലാവർക്കും നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഇൻഫർമേഷൻ വീഡിയോസ്, ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു മിനി ഫാനാണ്. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ്, ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപാര ചൂടാണ്. സോ ഞാൻ ഇങ്ങനത്തെ ഒരു മിനി ഫാൻ മേടിച്ചു. പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാരും, പള്ളിയിൽ ഞാന് പോകുന്ന മാസം വന്നിട്ട് ഫിലിപ്പീൻസിന്റെ മാസമാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഫുള്ളുണ്ടാവും. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് പള്ളിക്കകത്ത്. AC ഉണ്ട്, ബട്ട് പള്ളി നിറഞ്ഞിട്ട് പുറത്തൊക്കെ ആൾക്കാരിരിക്കുമല്ലോ. അപ്പൊ അവരുടെ കയ്യിലൊക്കെ ഇവരിങ്ങനെ മൂത്തടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ ഇതിൽ ബാറ്ററി ഇടാനുണ്ട്, വർക്കിംഗ് ആണ്, ഞാൻ ചെക്ക് ചെയ്തു.
ഇത്ര നേരവും നമ്മൾ ഫ്ലോപ്പ് ആയതല്ലേ നോക്കിയത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഗുണമുള്ള സാധനങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇത് നല്ല പ്രൈസ് അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ. ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ടാഗ് മീൻസ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഞാൻ എളുപ്പം വെക്കാം, കാരണം എന്താന്ന് വെച്ചാല് എന്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. പിന്നെ അതൊക്കെ കുറച്ച് അമളി പറ്റിയതാണ് ഫസ്റ്റ്. പിന്നെ ഞാനൊരു സൺസ്ക്രീൻ, നമ്മളൊരു സോപ്പ് പെട്ടി പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ട് ഒരു, അതിന്റെ പേരെന്തുവാ, ഈ ഒരു ബോട്ടിൽ മാതിരി ക്യൂട്ടൊരു സൈഡിൽ ഇങ്ങനെ ഷേവ് ചെയ്ത് കളഞ്ഞ സോപ്പില്ലേ, അതുമാതിരി ഉണ്ടല്ലേ. ബട്ട് നല്ല രസമാണ്. അതുമാതിരി ഞാൻ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇടാതെ പറ്റത്തില്ല എനിക്ക്, മെലാസ്മ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സൺസ്ക്രീൻ എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതില് എന്ന് പറയുമ്പോൾ സൂപ്പറാണ്. ബേസ് സൺ ബോഡി സ്പ്രേ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. UV SPF 50 PA+++ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ കിട്ടുമോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. നോൺ ഗ്രീസി വാട്ടർ റെസിസ്റ്റന്റ് UVA പ്രൊട്ടക്ഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സാധാരണ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ കുറവാണ്, അതുപോലെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരലും കുറവാണ്. സോ ഞാൻ ഇവിടെ നിന്നാണ് പൈസ വെറുതെ ഒരുപാട് കാശ് കൊടുത്തിട്ട് മേടിക്കും കേട്ടോ, പക്ഷെ ഒന്നും ഫലമില്ല. അപ്പൊ അതൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. നല്ല ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ഗ്രീസി അല്ല, നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. എന്റെ സ്കിന്നിന് എനിക്ക് തോന്നുന്നത് മാച്ചായി എന്ന് തന്നെ തോന്നുന്നു. ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു മോഡല്, പിന്നെ ഒരെണ്ണം ഒരു നോർമൽ ആ ഒരു മോഡൽ. ഞാൻ അത് പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കണം. പൊട്ടിച്ച് ഇതായി കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആക്കും. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതും SPF 50+++ PA+ ആ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിനെ കുറിച്ച് കൂടുതൽ UV എക്സ്പേർട്ട് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റമിൻ C ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോ കൂടുതൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ബട്ട് ഇതിന്റെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇതിങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ, എനിക്കൊരു ഞാനൊരു പിന്നെ ബ്ലൂടൂത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ബ്ലൂടൂത്ത് കംപ്ലൈന്റ് ആയിപ്പോ ഇപ്പൊ ഒരെണ്ണം മേടിച്ചു. റേറ്റും കുറവാണ്, നമ്മൾ ഓഫ്ലൈനിൽ മേടിക്കുന്നതിനേക്കാളും ഓൺലൈനിൽ നല്ല റേറ്റ് കുറവാണ്. ഞാൻ എല്ലാത്തിൻ്റെയും പിക്ക് കൊടുത്തേക്കാം കേട്ടോ സൈഡില്. ഞാനിതെല്ലാം മേടിച്ചത് വന്നിട്ട് തെമ്മൂന്നാണ്. ഇത് നല്ല എല്ലാം നല്ല സൂപ്പർ പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടാ. ഠട ഇതിന്റെ അകത്തൊരു സംഭവം ഉണ്ട്, കാണിച്ചു കേട്ടാ. ഇതൊക്കെ പൊട്ടിച്ചു വരുമ്പോ എല്ലാരും ഓടും. ഒന്ന് എളുപ്പം ഓപ്പൺ ആക്കടേ. നോക്ക്, നല്ല ക്യൂട്ടായിട്ടല്ലേ, നല്ല ഷൂ, ഹൈ ഹീൽ ഷൂ അല്ലേ. പെൺപിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ അല്ലേ ഇടുന്നത്, ഹൈ ഹീൽ. അപ്പൊ അതിന്റെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുമാതിരി ഈ ഉടുപ്പും കാണാം, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് പിക്ക് കൊടുത്തേക്കാം കേട്ടോ. ഈ ഉടുപ്പും ഞാൻ അതൊന്ന് മേടിച്ചു കേട്ടോ. നല്ല സൂപ്പറാണ്, നല്ല സ്മൂത്ത് ഒരു ക്ലോത്ത് ആണ് കേട്ടോ, അടിപൊളിയാണ്. മതി, ഇതൊക്കെ മാച്ചിട്ടും നല്ല മാച്ചിങ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാനിത് വന്നപ്പോ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഞാൻ ഇതിന്റെ മോഡൽ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മള് സപ്പോസ് റേറ്റ് ഒരുപാടൊന്നുമില്ല, അപ്പം സപ്പോസ് യൂസ് ചെയ്തില്ലെങ്കിലും ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കാം എന്നൊക്കെയുള്ള രീതിക്ക് മേടിച്ച കേട്ടോ. പിന്നെ ഒരുപാട് പൈസ ഞാൻ വെറുതെ കളയത്തില്ല, എന്നാലും ഇത് കണ്ടപ്പോ എന്തോ ഒരു പൂതി അങ്ങനെ മേടിച്ച. ബട്ട് ഇതിന്റെ സ്മെല്ല്, ഇതിങ്ങനെ ഓപ്പൺ, ഇതിന്റെ സ്മെല്ലെന്ന് പറയുമ്പം ഭയങ്കര, എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ഉള്ള കാരണം തന്നെ ഇതിവിടെ വെക്കട്ടോ. നല്ല
മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ഹെവി സ്മെല്ലായിരിക്കും, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ബട്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. നല്ല പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നല്ല കുറച്ച് പൂശിയിട്ടൊക്കെ പോകാൻ സൂപ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ കാണിക്കാം, ബാക്കി പിന്നെ അതിനകത്തോട്ട് വെക്കാം. ഞാനിതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം നിങ്ങൾക്ക് ബോറടി ഇല്ലാതെ കൊണ്ടുപോകണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനൊരു മിനി അയൺ ബോക്സ് ആണ് മേടിച്ചത്. ഞാനിത് ആക്ച്വലി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. എൻ്റെ ഇളയ മകൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. നല്ല ക്യൂട്ടൊരു ഇതാണ് കേട്ടോ, കണ്ടോ. അതുമല്ല നമ്മള് സാധാരണ കാണുന്ന ഒരു കളർ കോമ്പിനേഷനിൽ നിന്ന് നല്ല വ്യത്യാസം, ഒരു ഡിഫറെന്റ് മോഡലും നല്ല വ്യത്യാസമാണ്. പിടി ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. പിന്നെ ഇതിൽ റബ്ബർ ബാൻഡ് അല്ലല്ലോ, സോറി, ഇങ്ങനത്തെ ഒരു ഫോൺ കവർ ഇടത്തില്ല, അതുമാതിരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിക്കാം. ശേഷം നമ്മൾ കോട്ടൺ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ വെള്ളം ചീറ്റ് ചെയ്യത്തില്ലേ, അപ്പോൾ വെള്ളം ചീറ്റ് ചെയ്യുന്ന ഒരിതാണ് കേട്ടോ ഇതിവിടെ പ്രസ്. അപ്പോ കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ ഈ ആ ഫ്ലോപ്പിന് ശേഷം കാണിച്ച ഐറ്റംസ് എല്ലാം നമ്മൾ കൊടുത്ത പൈസക്ക് ബോർത്താണ് കേട്ടോ. അടിപൊളിയാണ്, എല്ലാം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ്ടേ, ഇതാണ് മോഡൽ കേട്ടോ, നല്ല ഭംഗിയാണ്. ഞാനിപ്പോ ഇതിൽ കാണിച്ചതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ കേട്ടോ. നല്ല സൂപ്പർ, നല്ല ക്ലാസി ലുക്കാണ്, അത് കാണാൻ തന്നെ നല്ലൊരു ക്ലാസി ലുക്കാണ് കേട്ടോ. എന്നാലും മുല്ലപ്പൂ കിട്ടാത്തൊരു സങ്കടം ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അയ്യോ നിക്ക് ഇത് വിട്ടുപോയിട്ടാ, ഈ ഒരു സ്റ്റാൻഡും കൂടെ മേടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതല്ല കേട്ടോ, അത് വലുതാണ്. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന് കുറുക്കി വെച്ചേക്കുവാണ് കേട്ടോ, പൊക്കം കുറച്ച് വെച്ചേക്കുവാണ്. എന്റെ ഇത്ര ഉണ്ട് കേട്ടോ, എന്റെ ഇത്ര ഉണ്ട് ഇങ്ങനെ, എത്ര ഇതിൽ വരും. അപ്പൊ അത്ര ഇതുണ്ട്. 3 ഷെയ്ഡാണ് വരുന്നത്. ഒന്ന് വാം ഷെയ്ഡ് വരുന്നുണ്ട്, ഒന്ന് നല്ല പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഒരു മങ്ങിയ വൈറ്റ് കളർ, അങ്ങനെ 3 ഷെയ്ഡ് ലൈറ്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ ക്വാളിറ്റി. ഞാൻ റേറ്റ് സഹിതം ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ, സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോ പതുക്കെ വെക്കട്ടെ, പൊട്ടിപ്പോയാലേ, പോയില്ലേ തൊലഞ്ഞിക്കേ. അപ്പോ താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തതിനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതുപോലെ അമളി പറ്റിയിട്ടുണ്ടോ മക്കളെ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ബൈ ബൈ.